വിഷമമാണ്. എല്ലാ ദിവസവും ഇവരെ പറ്റി പറയാൻ മാത്രമേ ഉള്ളൂ. 4 ദിവസമായില്ലേ, 3 ദിവസമൊക്കെ ആയിട്ടാ. പക്ഷെ എനിക്കാണെങ്കിൽ ചേക്കു. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ നാളായില്ലേ ഞങ്ങൾ ആ ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇനി വെക്കേഷനാണ്, അപ്പോൾ ഇനി ഞങ്ങൾ ലോങ് വീഡിയോ ഒക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വെക്കേഷൻ തുടങ്ങിയപ്പോൾ ഇത്ര ദിവസം 4 ദിവസമായില്ലേ, 3 ദിവസമൊക്കെ ആയിട്ടാ. പക്ഷെ എനിക്കാണെങ്കിൽ ഗായ്സ് ഇവിടെ ഇരുന്ന് ബോറടി. പക്ഷേ അപ്പം ഞാൻ ഇന്ന് മമ്മീനെ സോപ്പ് ഇട്ടിട്ട് മമ്മിയുടെ കടയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മമ്മീനെ പണിയെടുപ്പിക്കുമെന്നൊക്കെയാണ് പറയണത്. പണിയെടുപ്പിക്കും, എടുക്കും, വീട്ടിലേ എടുക്കാറില്ല. അപ്പോൾ അവിടെയെങ്കിലും വന്നെടുക്കട്ടെ. അപ്പം അത് ഈ ടൈമായി. അപ്പം ഞങ്ങൾ ബാക്കി അവിടെ ചെന്നിട്ട് കാണാട്ടെ. സത്യത്തിൽ ഞങ്ങൾ നല്ലോണം വൈകിട്ടാ. ബസ് കിട്ടുമെന്നറിയില്ല. മമ്മി വായു പിടിച്ച് എന്നെ കൊണ്ട് ഓടി. എനിക്കാണെങ്കിൽ ഓടി ശീലമില്ല, അണക്കണം നല്ലോണം. അപ്പത്തേ ബാക്കി വിശേഷങ്ങൾ മമ്മിയുടെ കടയിൽ എത്തിയിട്ട് കാട്ടാട്ടാ. ഗായ്സ് അങ്ങനെ കറക്റ്റ് സമയത്ത് ഓടിയോണ്ട് ബസ്സൊക്കെ കിട്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഒരു 9:30 ആയപ്പോൾ ഷോപ്പിലെത്തി. പിന്നെ വെട്ടി വേർത്താണ് ഗായ്സ് വന്നത്. ഒന്നാമത് നല്ല ചൂട്. അപ്പം അതേ വന്ന പാടത്തെ ഫാനിൻ്റെ അടിയിൽ ഇരിക്കുകയാണ് ഞാനും മമ്മി. അപ്പോൾ അനീറ്റക്ക് ഇന്ന് എൻ്റെ കൂടെ വരാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കാരണം കാലത്ത് എഴുന്നേക്കൽ വൈകലാണ്. ഇപ്പോൾ വെക്കേഷനാണല്ലോ, അപ്പോൾ കാലത്ത് എഴുന്നേക്കാനായിട്ട് ഭയങ്കര മടിയാണ്. 11 മണി 12 മണിക്കൊക്കെയാണ് കാലത്ത് എഴുന്നേക്കാറുള്ളത്. ഇന്ന് കുത്തിപ്പൊക്കി ഞാൻ എഴുന്നേൽപ്പിച്ചു. കാരണം എൻ്റെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട്. കാരണം എനിക്ക് ഇത്തിരി ഷോപ്പിൽ ഇത്തിരി കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂട്ടുമായി ഈ വർക്കൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരാളായി. കാരണം വീട്ടിലെ പണിയെടുക്കലില്ല. അപ്പോൾ ഇവിടെയെങ്കിലും വന്നതിനെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നല്ലാണ് ഞാൻ കൊണ്ടുവന്നത്. ഭയങ്കര മടിയാണ്. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. പിന്നില്ലേ എന്നോട് 2-3 പേര് ചോദിച്ചിട്ട് എന്താണ് കളറിനെ പറ്റി ചോദിച്ചിരുന്നിട്ട്. അപ്പം കളർ ഇത് എൻ്റെ ഒറിജിനൽ കളറാണ്. ഞാൻ ഫൗണ്ടേഷൻ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല, ഒറിജിനലാണ് അല്ലേ അമ്മി? അതെ, കാരണം വേറെ ക്രീമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ആൾക്ക്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരു പോലത്തെ സംഭവങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ക്രീമൊന്നും യൂസ് ചെയ്യില്ല. ആകെ യൂസ് ചെയ്യണത് ലിപ്സ്റ്റിക്ക് മാത്രമാണ്. അത് ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. കുളിച്ചില്ലെങ്കിൽ പോലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് പോകും. കുളിക്കാണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. പക്ഷേ എന്തൊക്കെ വന്നാലും ലിപ്സ്റ്റിക്ക് ഇട്ടതല്ലേ നമുക്ക് കുളിച്ചില്ലെന്ന് അറിയാൻ പറ്റില്ല. നല്ല ഇതായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ +2 +1 ഒക്കെ എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ലിപ്സ്റ്റിക്ക് ഒക്കെ അടിക്കാൻ തുടങ്ങിയതല്ലേ. എൻ്റെ ഗ്യാങ് തന്നെ ലിപ്സ്റ്റിക്ക് അടിച്ചാണ്. ദിൽഷ, ചീക്കു. എന്താണ് ചീക്കു എനിക്ക് അത്ര അഡിക്റ്റ് അല്ല. പക്ഷെ ദിൽഷ ഉണ്ടല്ല, ലിപ്സ്റ്റിക്ക് ഇടാണ്ട് ക്ലാസ്സിൽ വരില്ല. അപ്പം അവരുടെ കൂടെ നടന്ന് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് അഡിക്റ്റായി. എപ്പോഴും ഈ ഫ്രണ്ട്സിനെ പറ്റി പറയാനേ നേരമുള്ളൂ. ഇതേപോലത്തെ ഫ്രണ്ട്സ് ഉണ്ടാവുമോ എന്നറിയില്ല. ഇപ്പം എല്ലാവരും ഇപ്പോൾ +2 കഴിഞ്ഞല്ല, ഇനിയാണ് പലരും പല ഇതിനകത്തോട്ട് അങ്ങോട്ട് തിരിയുമ്പോഴാണ് ഭയങ്കര വിഷമമാണ്. എല്ലാ ദിവസവും ഇവരെ പറ്റി പറയാൻ മാത്രമേ ഉള്ളൂ നേരം. ശരിക്കും മിസ് ചെയ്യണം. എൻ്റെ ദിൽഷനും ചീക്കുനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറയില്ലേ, കൂടുതലുള്ളപ്പോൾ വില അറിയില്ലെന്നറിയില്ലേ. ഇത് സത്യമാണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ദിവസം വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് വിഷമമായി. ഇനി അത് വെറും ഓർമ്മകൾ മാത്രം. എന്താണ് ചീക്കും ദിൽഷെ ഫുൾ ടൈം ആക്കണം എന്നെയാണ്. ഞാൻ ട്യൂബ്ലൈറ്റ് ആയതുകൊണ്ട് എന്നെ തന്നെ ആക്കുള്ളൂ. എന്താ ചീക്കുന് ദേഷ്യം ഉണ്ടെങ്കിൽ ദിൽഷയ്ക്ക് ദേഷ്യം തീർക്കണം എന്നോടാണ്. പക്ഷെ ഇനി അതൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ എനിക്ക് രണ്ടുപേരും നല്ല മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മമ്മിയുടെ ഫ്രണ്ട് വന്നപ്പോൾ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ടാ കണ്ട. അപ്പോൾ മമ്മി ഇരുന്ന് തിന്നോണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും കടയിലൊന്നും എനിക്ക് എന്തെങ്കിലുമായിട്ട് ഫുഡ് കിട്ടോട്ടാ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണെങ്കിൽ എനിക്ക് ഐസ്ക്രീം സുബപ്പൊക്കെ വാങ്ങിച്ചു തരോട്ടാ. അപ്പോൾ ഒന്ന് മമ്മിയുടെ ഫ്രണ്ട് വന്നപ്പോൾ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. എപ്പോഴും അങ്ങനെയാണ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റിയുള്ള ഫുഡൊക്കെ അങ്ങനത്തെ ആൾക്കാർ വാങ്ങിച്ചു തരും. അപ്പോൾ അനീറ്റ ഐസ്ക്രീമൊക്കെ തിന്നെയാണ്. അനീറ്റ എന്ത് ഫ്ലേവറാണത്? ചോക്ലേറ്റാ? എവിടെ കാണിച്ച്? അമ്മോ അടിപൊളി. എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളിയാണോ? കുഴപ്പമില്ല. മറ്റേതും ആ ഫ്ലേവർ തന്നെയാണോ? അത് തന്നെ. പക്ഷേ 2 ഐസ്ക്രീം ഞാൻ തന്നെ തിന്നു. അയ്യോടി, രണ്ടിന്നും ഐസ്ക്രീം കൊതിച്ചുകളുണ്ട്. ഇങ്ങനെ ഇതേപോലെ കമൻറ്റ് ചെയ്യട്ടാ. മുകളിലത്തെ ഒരു വിധം ഫർണിച്ചറൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ അടിയിൽ കുറച്ച് പണിയുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഒതുക്കാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അടിയിലത്തെ കാണാം ഗൈസ്. നമ്മുടെ അടിയിലത്തെ ഫർണിച്ചറുകളൊക്കെ ഉള്ള സ്ഥലം. അതേ മമ്മി ഇത് ഇവിടെ ഒതുക്കി പറക്കണേണ്. ഈ കട്ടിലിൻ്റെ ഹെഡ് കൊടുക്കാനുള്ളതുണ്ട്. അപ്പം ഇത് ഇവിടെ മമ്മി ഇത് വാർണിഷൊക്കെ അടിച്ചത് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോണുണ്ട്. അപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ അനീറ്റക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അനീറ്റക്ക് ചോറിനാൻ മടിയായതുകൊണ്ട് അനീറ്റയുടെ ഫേസ് ഇരിക്കണം. ഓക്കെ, ഇത് കാണും. ഇതാണ് അനീറ്റക്ക് കാലത്ത് കണ്ട അനീറ്റേ അല്ല ഇപ്പം.
എനിക്ക് ചോറിനാൻ മടിയായതുകൊണ്ട് എനിക്കറിയാം ചോറിനാൻ ഭയങ്കര മടിയാണെന്ന്. അതുകൊണ്ട് ഞാൻ ദോശയും ചട്നി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ സ്നേഹമുള്ള അമ്മമാർ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ കഴിച്ചുകൂടെ? എന്നിട്ട് കഴിക്കാൻ കഴിയില്ല, ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ തന്നെ പറ. ഞാൻ ഭയങ്കര മടിയാണ്. ഇങ്ങനത്തെ സാധനങ്ങളില്ലേ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ഇത് കണ്ട, ഇത് വാങ്ങിച്ച് കൊടുക്കാനായിട്ട് എന്ത് ബഹളമായിരുന്നു. ഇത്രയും വയസ്സായി കുട്ടി ചോറിനേലും ഇഷ്ടം കണ്ടാ. ഞാനേ എൻ്റെ കൂടെ കൊണ്ടുവന്നാൽ എനിക്ക് ഇരട്ടിച്ച അലവാണ്. ഗായ്സ് ഇപ്പം എൻ്റെ മുഖം തെളിഞ്ഞത് കണ്ട. നേരത്തെ എനിക്ക് എന്ത് ദേഷ്യം വരുന്നത് എന്താണ്, ഞാൻ പറയാതെ സാധനം മേടിച്ചെടുത്തോണ്ട് കണ്ടേ. ഈ സാധനം മേടിച്ചിട്ട് പിന്നെ ഞാൻ കൂടാം. ഇങ്ങനെയൊക്കെ തിന്നണത് നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ചോറ് തിന്നേണ്ട സമയത്ത് ചോറ് തന്നെ തിന്നണം, അല്ലേ? വറപ്പൊരി ഈ സാധനങ്ങളല്ല തിന്നേണ്ടത്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഇങ്ങനെയാണ് കഴിക്കണത്. പക്ഷേ എനിക്ക് സാധനം ഒടുക്കത്തെ ഇഷ്ടമാണ്. ഡയറി മിൽക്കിനെക്കാളും ബിരിയാണിനെക്കാളും ഒക്കെ ഇഷ്ടം ഇതാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാണ്. കൊടുങ്ങല്ലൂർ ഭരണിയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബസ്സൊന്നും ചിലപ്പോൾ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും, കിട്ടില്ല. അതുകൊണ്ട് ഷോപ്പിൽ നിന്ന് നമ്മൾ നേരത്തെ ഇറങ്ങേണ്ട. ഞങ്ങൾ ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ കാര്യമായിട്ട് ഇതിനകത്തൊന്നും കാണില്ല, എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷം എടാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ, ചാ.